സീറേ കടലക്കാരൻ്റെ അടുത്ത് കടലക്ക് പോയിട്ട് ജിപേ ഉണ്ടെന്ന് വെച്ചിട്ട് ആ സാധു ചോദിക്കണം നമ്മളോട്. പാവപ്പെട്ട ഈ മൊയിലേരടുത്ത് വരെ ഗൂഗിൾ പേ ഉണ്ട്, നമ്മളെ അടുത്ത് ഗൂഗിൾ പേ ഇല്ലാന്ന്. അപ്പോൾ കടലക്കാരനോട് നമ്മൾ പറയണമല്ലേ, നിങ്ങൾ ഗൂഗിൾ പേ എല്ലാം വെക്കണം, ഇപ്പൊ കാലം മാറിയില്ലേ. സംഭവം ഇത് ഈത്തപ്പഴന്മാരാണ്. ഇതുണ്ടാവും, ഈത്തപ്പഴം ഉണ്ടാവും. പക്ഷെ ഇത്ര വലിയ മരത്തി ഇത് ചെറിയ മരല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഈത്തപ്പഴത്തിന് മരം വെച്ച് കഴിഞ്ഞാല് കായ ഉണ്ടാവൂലേ. വയനാടുണ്ട്. പക്ഷെ ഇവിടെ അത്രയും വെയിലുണ്ട്. പക്ഷെ ഇത് മണല് ഇതല്ലേ, പ്രശ്നമില്ല. മണല് പ്രശ്നമില്ല. പിന്നെ നമ്മള് ഇക്കൊല്ലെങ്കിലും 2 ഈത്തപ്പഴം നോമ്പെടുക്കാൻ വെച്ച് ഇല്ല 2 കൊല്ലായില്ലേ ഇപ്പത്. 3 കൊല്ലായി. 3 കൊല്ലായിട്ടുള്ള മരത്തരായിട്ടുള്ളൂ. ഇത് വലുത് കൊടുന്ന് വെച്ചല്ലേ ഇത്. പകുതി തൂർത്താണല്ലേ. ശരിയാണല്ലേ. ഇൻഷാല്ലാ അടുത്ത കൊല്ലം ചിലപ്പോ നോമ്പുറക്കാൻ കഴിയും 2 ഈത്തപ്പഴം കൊണ്ട്. പക്ഷെ ഇന്നത്തെ ദിവസം കടകളും കാര്യങ്ങളിലും കുറവാണല്ലേ. ഇതിലെ പൊതുവെ പെരുന്നാൾ അല്ലാത്ത ദിവസങ്ങളിൽ തുറക്കൂലേ. ശരി, പെരുന്നാളായതിന്റെ പേരിലാണല്ലേ പക്ഷെ ഒരു മനുഷ്യനില്ലാത്ത. പക്ഷെ ഇന്നൊക്കെ വന്നു കഴിഞ്ഞാല് നല്ല സ്വസ്ഥതയിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ദിവസങ്ങളിൽ പെരുന്നാളിന് മാത്രമേ ഇവിടെ ആളുണ്ടാവാതിരിക്കുള്ളൂ. നല്ല സ്വസ്ഥതയിൽ ഹാർബർ കണ്ടു പോകാൻ പറ്റും. ഇവിടുത്തെ ആൾക്കാർ നല്ല ആൾക്കാരല്ലേ, അടിപൊളിയാണല്ലേ. പക്ഷെ ഇന്നാളിവിടെ ഏതെല്ലാം ആളുകൾ വന്നിട്ട് എന്തെല്ലാം സഹായമെല്ലാം ചെയ്തു കൊടുത്തിരുന്നു പറഞ്ഞു. ഈ കുട്ടികളെ കെട്ടിക്കാനുള്ളവരും എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് നല്ല സഹായം വേണം. വെള്ളക്കാർ പൊടിക്കാൻ ആ സമയത്തും. പിന്നെ മാത്രമല്ല ഈ ഇൻസുലേറ്റ് ഈ മീനെടുക്കണവർ ആൾക്കാരൊക്കെ നല്ല ഫണ്ടിങ് ആണല്ലേ ഇവിടെ. ആളുകൾ പാവങ്ങളെ സഹായിക്കാനുള്ള നല്ല ഉഷാറാണല്ലേ അവർ. എന്തായാലും അടിപൊളി. ഇന്ന് ഒറ്റ വള്ളക്കാരും പണിക്ക് വിടില്ലേ. കൊല്ലങ്ങളോളം ഇതിന്റെ പിന്നിൽ നടന്നില്ലേ ആളുകൾ ഈ ഹാർബറിന് വേണ്ടിയിട്ട്. ആദ്യം ഉണ്ടായത് ഇവിടെ തിരുവനന്തപുരത്തും കൊല്ലത്തും കൊച്ചിയിലും എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടും തുറമുഖങ്ങളിൽ ബേപ്പൂരിൽ നിന്ന് വന്നൊരു ബോട്ട് വരുന്നുണ്ട്. അങ്ങോട്ട് വരുന്നില്ല. നാളെ പണിക്കുള്ള അതൊന്ന് കാണിക്കണം അല്ലേ. അങ്ങോട്ടൊന്ന് പോവാം. പക്ഷെ ഇത്രയും ജനങ്ങൾ ഇവിടെ ഇത്രയും വള്ളക്കാരിലുണ്ടായിട്ട് എത്രയോ കാലമായിട്ട് ഇവർ പറയണല്ലേ ഗവൺമെന്റിനോട്. ഇത്ര കാലമായിട്ട് ഇവർ പറഞ്ഞതിന്റെ ശേഷം ഇപ്പൊ 10 വർഷമായിട്ട് ഇവിടെ കയറ്റാൻ പറ്റില്ല. പിന്നെ ആണെങ്കിൽ കടൽക്ഷോഭം ഉള്ള സമയത്ത് ഇവർക്ക് പണിക്ക് പോകാനും പറ്റില്ല അല്ലേ. ഇത്രയും വള്ളക്കാർ ഇവിടെ ഉണ്ടായിട്ട് കുറെ ലോങ് ടൈമായില്ലേ. അപകടങ്ങൾ കൂടുതൽ ആളുകൾ കടൽക്ഷോഭത്തിന്റെ സമയത്ത് കൂടുതൽ ആളുകൾ മരിക്കും ചെയ്ത്. ഇതിപ്പോ ആ ബോട്ട് വരുന്നവർക്കുള്ള മീനിന്റെ ഐസ് റെഡിയാക്കാൻ അല്ലേ. സ്ലാബ് വെക്കാനില്ലേ ചെറിയൊരു ക്രൈം അല്ലേ. സംഭവം നമ്മളെ ഈ ഭാഗത്തൊന്നും ഇതില്ല. ഇത് അത്യാവശ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ വീടുകൾ എന്താക്കണേ റീവർക്കിങ് ഒരുപാട് ചെയ്യണില്ലേ. അപ്പോൾ അവർക്ക് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് ഇതാ ഈ ഒരു സാധനം ചെറിയൊരു സംഭവമല്ലേ ഉള്ളൂ. ഈ തൂണ് നമുക്ക് ഈ തൂണ് തന്നെ ആക്കണമെന്നില്ല. അല്ലല്ല ഇതിന് മേലെ നമുക്ക് ഇതിട്ടാ മതിയല്ലോ ചെറിയ. വേസ്റ്റ് വാട്ടറിന്റെ ഇതിനുള്ള ട്രീറ്റ്മെന്റിനുള്ള വേസ്റ്റ് വാട്ടർ ഇത് ഇവിടെ ഉള്ള വെള്ളം തന്നെ ശുദ്ധീകരിച്ചിട്ടുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. ഇതാണ് വെള്ളത്തിനുള്ള ടാങ്ക്. ഇതാ വെള്ളതാണ്. അപ്പോൾ അതിൻ്റെ ശുദ്ധീകരണം കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കാനൊക്കെ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ മിനറൽ വാട്ടറൊന്നും വാങ്ങിക്കേണ്ടി വരില്ല. ഇപ്പോൾ ബോട്ടിൽ വരുന്നവർക്ക് ഇവിടെ പണിയെടുക്കുന്നവർക്കൊക്കെ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുക വെള്ളം ഇനി ബാത്റൂമും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. സംഭവം എന്തായാലും എല്ലാ കാര്യങ്ങളും സാറേ ഏകദേശം പണി 90%. അത് വരാം പോകാൻ വേണ്ടിയിട്ടാ പണിക്ക് ഇത് ഐസ് സെറ്റ് ചെയ്യണം അല്ലേ. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഇവർ വരണമെങ്കിൽ പണിക്കാർ ഞങ്ങളെ മീനും ഇടാനുള്ള ഐസും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇതിപ്പോൾ എത്ര ദിവസമാണ്? 2 ദിവസമാവൂല്ലേ. ടീ ടൈമാ. അതെ അതെ അതെ.
പക്ഷെ ഹാർബർ ഇത്രയും വൃത്തി ഇതാക്കി ഉണ്ടാക്കിയിട്ട് ക്രൗഡ് കുറവല്ല ഇന്ന് പെരുന്നാളായിട്ടും. ഇതേമാതിരി ചുള്ളിയാണ് വരുന്നത് ഇവിടെ ചേച്ചി വരും. ഇതിന്റെ മട്ടും കാര്യങ്ങളിലും തിന്ന് ജീവിക്കണ മീനുകളാണല്ലത്. ഇത് ഏത് മീനാണ് ചേരാ? ഇത് ഏത് മീൻ? ഇത് ഏത് മീൻ? ഇതൊക്കെ വലുതായി. ഇത് ഇവിടുന്ന് തന്നെ മീൻ പിടിക്കാനല്ലേ. പക്ഷെ ഇവിടുന്ന് മീൻ പിടിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്നാവോ, ഹാർബറിൽ നിന്ന് ഒരുപാട് മീൻ കിട്ടും ചൂണ്ടലിടുന്നവർക്കൊക്കെ. പക്ഷേ വേറെ പ്രശ്നമുണ്ട്, ചായക്ക് കടിയില്ലേ? ബംഗാളികളാണ്, ഉള്ളിയാണ് ചായൻ്റെ കടി കൂട്ടുക. ഭയങ്കര സംഭവം തന്നെയല്ലേ വൈകുന്നേരത്തെ ചായൻ്റെ കടി ഉള്ളി. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലെ പൊരിച്ച കടി തന്നെ കിട്ടണമെന്നില്ല. അല്ലല്ല, ഉള്ളി മാത്രമല്ലടാ, അതിൻ്റെ കൂടെ അടിക്കാനാണ് കേട്ടോ ബിസ്ക്കറ്റും ഉള്ളിയും കൂടി. ഭയങ്കര പഹരനല്ലേ. ഒരു ദിവസത്തെ വാടക ഇതിന്. പക്ഷെ ഇത് തൊഴിലാളികളെ രക്ഷിക്കാണല്ലോ അല്ലേ? ഇതായില്ല. ഒരു ദിവസത്തെ ബോട്ടിന്റെ വാടക 3000 പോയാൽ 2000, ഒരു മണിക്കൂർ പോയാൽ വേറെ 2000. ഒന്നും രക്ഷപ്പെടുത്താൻ 5 മണിക്കൂർ പോയിച്ചോ. പക്ഷെ ഇതിപ്പോ ഉണ്ടാവില്ലല്ലേ. കടക്ഷോഭത്തിന് സമയത്ത് മാത്രമല്ല. നമ്മൾ ഇഞ്ചൊക്കെ കേടായി കഴിഞ്ഞാലും വരാൻ വിളിക്കണല്ലേ. അതെങ്ങനെ ഇതിൻ്റെ ഒത്തില്ലേ ഇവിടെ ഇട്ടിട്ട് കിട്ടിയാണ്. ഹാർബറിന് ഇതിൻ്റെ ഉള്ളിലിട്ട് കിട്ടിയിട്ടാണ് അല്ലേ? ദാമുണ്ടല്ലേ. ഇത് പുറത്തെടുക്കാൻ പറ്റും? അല്ലല്ല, ഇത് കെട്ടിയിട്ടില്ലല്ലോ. 50 എത്രയിലുണ്ടാവുക ചേട്ടാ? കിത്ത kg? वाह, 2200 kg है. ഓ 2000-2500 रुपये kg ഉണ്ടാവും. പക്ഷെ ഇത് കിത്തേ വെയിറ്റ് കിത്തേ ബൈ 2000-3000. അപ്പൊ ഇതിന് 3000 റുപ്യ ഇട്ടൂലേ? 50-ന് 3000 റുപ്യ ഇട്ടെന്നാ പറഞ്ഞത്. ഭയങ്കര സംഭവം. അല്ല, അതൊക്കെ തൊഴിലാളികളെ സെറ്റ് ആവൂലേ മാഷ? സുബേർ അല്ല, തൊഴിലാളികളെ സെറ്റ് ആവൂലേ? ഓക്കെ, കൂട്ടിട്ടില്ലേ എല്ലാ സെറ്റും? മൊത്തം പൂട്ടിട്ടില്ലേ? ഇഞ്ചും പച്ചക്കറിയും ബോക്സിലിട്ട് എന്താ അറിയോ, നമുക്ക് ആവശ്യത്തിന് മാറ്റി വെക്കാം. മനസ്സിലായോ? എടാ പയ്യത് മീൻസ് പൊളിഞ്ഞത് ഒരു മൂല മുട്ടിയിട്ടുണ്ടല്ലോ, അത് ഉറങ്ങാനല്ലേ അവര്? അതിൽ വന്നവരാ, കാണാൻ വന്നവരല്ലേ? ഹാർബർ കാണാൻ വന്നവരാ കിടന്ന് ഉറങ്ങണേ. ആളുകൾ മൊത്തം ആസി എടുക്കാന്നുകൊണ്ട് ഇറങ്ങിനേട്ടാ. ഇത് കാണാൻ പ്രത്യേക ഇതായിട്ട് അവർക്ക് പ്രശ്നമില്ല. ഇത് കണ്ട് നേരെ അങ്ങോട്ട് ഇറങ്ങലാവും. ഇതെല്ലാം ഇതൊക്കെ ഭയങ്കര രസമല്ലേ? പുതിയതല്ലേ? ഏത് പുതിയത്? കൊല്ലം ഇറങ്ങൂലേ ആൾക്കാരെല്ലാം? പുതിയതായിട്ട് ഇറങ്ങി. ഇത്രയും എത്ര പിന്നെ ഇങ്ങോട്ട് 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടാണ് ഇപ്പോൾ ഈ മരം. കടലിൻ്റെ ഉള്ളിലല്ലേ? കടലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇത്രയും വലുപ്പമായത് മരം. അപ്പുറത്തൊരു പുളിമരല്ലേ? അയ്യോ, ഹാർബറിൻ്റെ ഉള്ളിൽ എത്ര ഇതായിട്ടും അത് കാണണം എന്നുള്ള, ആകെ കടലിൽ കളിക്കണം എന്നുള്ള ചിന്ത തന്നെയല്ലേ അയക്കാരോ ആളുകൾക്ക്? കടലിൽ കളിക്കുക പെരുന്നാൾ ആയതുകൊണ്ട്. പക്ഷെ ഇത് ഈ കല്ലിട്ടിൻ്റെ പേരിൽ കടലിൽ കളിക്കാനുള്ളൊരു ഹരം കിട്ടില്ല ഇവിടെ ആയത്. ഇതിൻ്റെ പേരിൽ അവിടെ ആകുമ്പോൾ കടലിൽ കളിക്കല്ലേ? ഇതൊക്കെ ഇവിടെ അത്ര ആൾക്കാരും ഇല്ലല്ലേ, കുറവാണ്.
ഇന്ന് അതിന് കാറ്റും കുറവാണല്ലേ. കാറ്റുണ്ടെങ്കിൽ ആ ഇരുത്തിരിക്കൽ ഭയങ്കര രസമാണ്. മണ്ണെടുക്കാൻ വേണ്ടിയിട്ടില്ലേ ഇവിടുന്ന്. വളരെ ഒരു തോണി കയറില്ലേ.